The apostles then knew what they should do, where they should go. നിങ്ങൾ നോക്കിക്കേ, അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ So when Holy Spirit comes on you, യേശു പറഞ്ഞു ശക്തി ലഭിക്കുന്നു. you will get power. നോക്കിക്കേ, അവരുടെ കയ്യിൽ ഓൾറെഡി എന്തുണ്ട്? വചനമാകുന്ന ലൈറ്റ് ഉണ്ട്. Already they've got the lamp which is inside them, the word of God. പറയുകയാണ്, ദൈവത്തിന്റെ വചനം എൻ്റെ കാലിന് ഒരു ദീപമാണ്. The Psalms we read, your word is a lamp unto my feet. അടുത്ത വാക്യത്തിൽ അത് പ്രകാശിക്കുമ്പോൾ എൻ്റെ പാതയ്ക്ക് അതൊരു വഴിയാണ്. And when it is lightened, it is a light on my path. എനിക്ക് വചനം അറിയാവുന്നതുകൊണ്ട്, So just because I know the word, എൻ്റെ ലാമ്പ് ഉണ്ട്. I've got the lamp. പക്ഷെ ഇത് ഷൈൻ ചെയ്യുന്നണെങ്കിൽ, But if it has to shine forth, എൻ്റെ ലൈറ്റ് പ്രകാശിക്കണം. my light has to be യേശു പറഞ്ഞു enlightened. നിങ്ങളുടെ വെളിച്ചം പ്രകാശിക്കണം. Jesus said, your light should shine forth. ബെന്നി പറഞ്ഞു ചിന്തിക്കുക, കർത്താവേ ഞാൻ എങ്ങോട്ടാണ് യാത്ര ചെയ്യേണ്ടത്? Suppose Benny brother is thinking, where should I go? അതിന്റെ കാരണം നമ്മുടെ ഫ്യൂച്ചർ മൊത്തം ഡാർക്ക് It's ആയിട്ടിരിക്കുകയാണ്. because we have no clue about our future's dark. നമുക്ക് എവിടെയെങ്കിലും എങ്ങോട്ടേലും പോകാൻ സ്റ്റക്കായി നിൽക്കുവാണെങ്കിൽ, If we are stuck because we don't know how to move forward, നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വെളിച്ചം കുറച്ചും കൂടെ ബ്രൈറ്റ് ആകേണ്ടതുണ്ട്. then you should think that the word that is in you, it has to be bright and shine forth from you. കാര്യം അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു ചോദ്യം ചെയ്ത കർത്താവ് പറഞ്ഞു നിങ്ങൾ പോണം. In Acts of the Apostle, Jesus had told them, you should go. കർത്താവ് അവർക്ക് വണ്ടിക്കൂലി കൊടുത്തില്ല, He didn't give them the money for the journey. He didn't give them a car. പോക്കറ്റ് മണി ഒന്നും കൊടുത്തില്ല, He didn't give them pocket money. പോലും കൊടുത്തില്ല. He didn't even give them a Bible. കാര്യം പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരും. He just said one thing, Holy Spirit is going to come. ഒരു ഫ്ലെയിം പോലെ നിങ്ങളുടെ മേലേക്ക് വരും. As a flame, a tongues of ഫയർ flame. പോലെ നിങ്ങളുടെ മേലേക്ക് As a വരും. fire, Holy Spirit is going to come on you. അവര് ആ ഫയർ വന്ന സമയം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയ വാക്യമാണ് അന്യഭാഷ പറയാൻ തുടങ്ങി. And last week we stopped there. When the fire came, they started speaking in അന്യഭാഷ tongues. പറയുമ്പോൾ And when you speak in tongues, വചനമാകുന്ന ലൈറ്റ് ബ്രൈറ്റ് ആവുക. കണ്ടോ? the word that is in us, it brightens and shines. ഈ ലൈറ്റ് ഇങ്ങനെ ബ്രൈറ്റ് ആകുമ്പോൾ, ഷൈൻ ചെയ്യുമ്പോൾ, And when this light shines forth from us, അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ പറഞ്ഞത്, ബ്രദറെ ഞാൻ വചനം വായിക്കുന്നുണ്ട്, ഞാൻ വചനം പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് മാറ്റം കാണാൻ പറ്റുന്നില്ല. that's why many of us always say, we read the word, I'm speaking the word, but I'm not able to see a change in my ഒരു life. കാര്യം ഞാൻ പറയാം, വചനമാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ എവിടെ പോകണമെന്ന്. One thing I'll say, the word decides where you should go. ദൈവത്തിന്റെ വചനം പറയാണ് നീ മരിക്കത്തില്ല, ജീവനോടെ ഇരിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. If the word of God says you will not die but you will live and see the glory, it is like that. പറയണം ഞാൻ മരിക്കത്തില്ല, ജീവനോടെ ഇരുന്ന്. You should say to sickness, I will not die, I will be alive. ദൈവത്തിന്റെ പ്രവൃത്തി വർണ്ണിക്കും. I will speak of the acts of the Lord. ടങ്സ് പറയുമ്പോൾ, when I speak in tongues, എന്റെ വചനം ജ്വലിക്കുവാൻ തുടങ്ങും. the word that is in us, it is shining forth. ചെയ്യാൻ തുടങ്ങും. It starts shining when we are speaking. പാതയ്ക്ക് പ്രകാശമാണ്. And this word is a light on my path. എങ്ങോട്ട് പോകണമെന്ന് റൈറ്റ് വിഷൻ ഉണ്ടാവും. So I'll get the right vision where I should go. ഇതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രാർത്ഥന എന്നത് അനിവാര്യമായി വരുന്നത്. And that is why prayer is very important. പലരും പറയും എനിക്ക് അന്യഭാഷ വരവില്ല എന്ന് പറയുന്നവരുണ്ട്. Many of us say we don't have the spiritual gifts. പൗലോസ് ലീഗ അവരെ പറ്റി പറഞ്ഞൊരു വാക്കുണ്ട്. And Holy Spirit says, നിങ്ങൾ എല്ലാവരും അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. Paul says all of you should speak in ഇവിടെ tongues. അപ്പോസ്തലനായ പൗലോസ് ലീഗ ഇരിക്കുവാന്ന് വിചാരിച്ചു. Suppose Paul is sitting here ഞാൻ പറയും എനിക്ക് അന്യഭാഷ വരവില്ല. and I'll tell Paul, I don't have the പൗലോസ് ലീഗ പറയും gifts. അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. Paul will say speak in tongues. കാര്യം വചനം പ്രകാശിക്കണമെങ്കിൽ, because if the word needs to shine, നമുക്ക് എന്ത് വേണം? ലൈറ്റ്. നമുക്ക് ലൈറ്റ് ആവശ്യം അല്ലേ? എനർജി ആവശ്യം. we need energy, we need light. അതായത് വചനത്തിന്റെ അകത്തൊരു ലൈറ്റ് ഉണ്ടെങ്കിലും, if there is light in the word, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 63-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നുണ്ട്, in John chapter 6:63, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. കണ്ടോ? അപ്പൊ ഈ വചനത്തിന്റെ അകത്ത് എന്തൊക്കെയുണ്ട്? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മൾ ഈ വചനം പറയുമ്പോൾ ഇതിനകത്ത് ജീവൻ വ്യാപരിക്കുന്നുണ്ട്. The Spirit gives life. The flesh counts for nothing. The words I have spoken to you, they are full of spirit and life. So what is there in the word? Spirit and life. അപ്പം വചനത്തിന്റെ അകത്ത് എന്തുണ്ട്? ജീവനുണ്ട്. So what is there in the word? There is life in his word. ഇത് ആത്മാവാകുന്ന വചനം പറഞ്ഞേക്കുന്നത്. And this word is spirit. നമ്മൾ യോഹന്നാൻ 1-ൽ വായിച്ചു, വചനത്തിൽ ആ വാക്യമുണ്ട്, ജീവൻ മനുഷ്യരുടെ വെളിച്ചമാകുന്നു. കണ്ടോ? In John 1 we know that the life was the light of all mankind. ജീവൻ വെളിച്ചമാണെങ്കിൽ മരണം എന്താണ്? So if
life is light, what is death? ഇരുട്ടിനെ കാണിക്കുന്നല്ലേ? Death is darkness അപ്പൊ then. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ, So that means if you have Holy Spirit in യേശു you, പറഞ്ഞു ഞാൻ പറഞ്ഞ വചനം അത് ആത്മാവുമാണ് ജീവനുമാണ്. Jesus said the words I have spoken is both spirit and life. നോക്കി, അപ്പം വചനത്തിന്റെ അകത്ത് എന്തുണ്ട്? ആത്മാവും ഉണ്ട്, So what is there in the word? There is spirit ഇതിനകത്ത് ജീവനുമുണ്ട്. and also life. ഒന്നുകൂടെ ഞാൻ പറയാം, വചനത്തിന്റെ അകത്ത് ആത്മാവും ഉണ്ട്. Once more I'll say that in the word there is spirit. ഈ ആത്മാവ് ഫയർ ആണ്. The spirit is fire. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ പറ്റി പറയുമ്പോൾ അഗ്നിയോടെ വരുന്നു. And that's why when we speak of the Holy Spirit, we speak about him coming as അപ്പൊ a നിങ്ങൾ fire. ഒരു വചനം വിശ്വസിക്കുക. So when you believe a word, ലോകത്തിലടുത്തോളം പോയി ഞാൻ എന്ത് ചെയ്യും? സുവിശേഷം that you will go to all the ends of the world and speak the gospel. വചനം പറയുക മാത്രം ചെയ്യുവാന്ന് വിചാരിച്ചു. Suppose you're only saying the gospel. നിങ്ങൾ അന്യഭാഷ പറയുന്നില്ലെന്ന് വിചാരിച്ചു. Suppose you're not speaking in വചനം tongues. ഒരു ലാമ്പാണ്. The word is a lamp. ഇതിന്റെ എനർജി ആത്മാവാണ്. The energy of this word is അപ്പൊ spirit. കൂടുതൽ എനർജി വരും തോറും The more energy that you ഈ have, വചനം ബ്രൈറ്റ് ആകാൻ തുടങ്ങും. the word brightens. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. Hallelujah. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, അപ്പം ഈ വചനം So this word, ദിവസം നമ്മുടെ നവാസ് ബ്രദർ ഇങ്ങനെ പറഞ്ഞു. last week Nawaz brother said, അദ്ദേഹം മീറ്റിംഗ് കഴിഞ്ഞിട്ട് പോയിട്ട് പറഞ്ഞു, after he went from this meeting, ക്രോളിയിൽ ഒരു മീറ്റിംഗ് വെക്കണം. we should keep a meeting in Crawley. ഒരു ഹല്ലേലൂയ പറഞ്ഞു. Hallelujah. ക്രോളിയിലേക്ക് വരാമോ എന്ന് ചോദിച്ചു. Can you come to Crawley? അദ്ദേഹം പറഞ്ഞു നമുക്കൊരു മീറ്റിംഗ് എങ്ങനെയും നമുക്ക് അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു. He said, somehow I will arrange a meeting. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ മെയ്ഡ്സ്റ്റോണിലെ പ്രാർത്ഥന ക്രമീകരിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ And the other week somebody was talking about having a meeting in Maidstone. ഞാൻ ഷെയർ ചെയ്തു. I shared this with the brother. പെട്ടെന്ന് പുള്ളിക്ക് ഷോക്കായി. He was very shocked കാര്യം അവര് പോകുന്ന ഒരു ചർച്ച ഉണ്ട് അവിടെ. because they go to a church. അപ്പം പെട്ടെന്ന് അവരുടെ ചിന്ത വന്ന് ഞാൻ റിബൽ ആയിട്ടൊരു ചർച്ച അവിടെ തുടങ്ങാൻ വേണ്ടി. So quickly he thought that maybe I am starting a church. ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്ന വിഷയമൊന്നുമല്ല. For him, the souls will be saved is not the question. He thought we are having a counter church. ഒരു മൂന്നാല് പേര് യേശുവിലേക്ക് വരുന്ന വലിയ കാര്യമൊന്നുമല്ല. It is not a big thing for him that few people will be saved. റിബൽ ആകുവാണോ എന്നൊരു ചിന്ത. His question, his problem was, will this be a church that is going to be a rebel for us? അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റപ്പ് എവിടെയൊക്കെ ഒതുങ്ങി പോയിട്ടില്ലേ? So where is our mindset now? ഞാൻ പറഞ്ഞു ഇന്റർനാഷണൽ കോളിംഗ് ഉള്ളവരെ നിങ്ങൾ എല്ലാവരും. I said we all have international calling. നമ്മൾ ഭൂലോകത്തിന്റെ അറ്റത്തോളം പോകാൻ വിളിയുള്ളവരാ. We have been called to go to the ends of the പക്ഷേ world. വിശ്വാസികൾ പഞ്ചായത്തുകളിൽ മാത്രം കൗണ്ടുകളിൽ മാത്രം ഒതുങ്ങി പോകുന്നതിന്റെ But കാരണം believers are all constrained within their own district. എത്ര പേർക്ക് ഈ വചനം അറിയാം? ഭൂലോകത്തിനടുത്തോളം പോയി സുവിശേഷം അറിയിക്കണം എന്നുള്ളത്. How many of you know the words that you should go to the ends of the world and speak the gospel? എത്ര പേർക്ക് അറിയാം നിങ്ങൾക്ക് വചനം? കൈ ഉയർത്തിക്കേ ശരിക്കും. How many of you know that verse? അറിയത്തില്ല, കാണാപ്പാഠം പഠിക്കുന്നു. It is Mark 16. പക്ഷേ എന്തുകൊണ്ടാണ് നമുക്ക് കൗണ്ടി വിട്ട് പോകാൻ പറ്റാത്തത്? But why are we not able to leave our county? കാര്യം ബൈബിൾ പറയുന്നു ദൈവത്തിന്റെ വചനം എനിക്ക് പാതയ്ക്ക് പ്രകാശമാണ്. Because Bible says the word is a light unto my path. ശ്രദ്ധിച്ചോണം, അവിടെ സങ്കീർത്തനക്കാരൻ പറയാത്ത എങ്ങനെ ഇത് പ്രകാശിക്കുന്നു? But the psalmist is not telling us how this ഈ is ലൈറ്റ് lighting. എങ്ങനെ പ്രകാശിക്കുന്നു? How is this light bulb ഇതിലൊരു എനർജി ഉണ്ട്. Because it gets energy. നമുക്ക് വേണ്ടത് ബാറ്ററിയെ കണക്ട് ചെയ്യാം. We can connect it to a battery. ഇത്രയും ഇത് ഇത് വരത്തില്ല, But ബ്രൈറ്റ് it ആകത്തില്ല. won't be this bright. ഇതിന് ഇലക്ട്രിസിറ്റി വേണം അല്ലേ? It needs electricity. ഇതേപോലെ ദൈവവചനമാകുന്ന ലാമ്പ്, So same way the lamp or we have, ആകണമെങ്കിൽ if the word has to bright, കൂടുതൽ ആവശ്യമാണ്. it needs more energy. ഇത് കാണിക്കാൻ വേണ്ടിയാണ് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം എഴുതിപ്പിച്ചിരിക്കുന്നത്. And that is why Acts chapter 2 was written. നിങ്ങൾ പറയാം പത്രോസിലേക്ക് ഇപ്പോൾ ഇവിടെ വചനം പറയാന്ന് വിചാരിച്ചു. Suppose Paul was here speaking the word. ദേശം പിടിപ്പിക്കപ്പെടും. നോക്കിക്കേ, The land will be delivered. കാര്യം അറിയോ? അദ്ദേഹം പോയ നിഴലടിച്ച് രോഗി സൗഖ്യമാവും. Because wherever he walks, even in his shadow, the sick are being healed. പത്രോസ് നടന്നു പോവാ. Imagine Peter walking. ഇതിലെ ഒത്തിരി പേർക്ക് നമുക്ക് ഇലക്ട്രിക് സ്കൂട്ടർ നടക്കുന്നതാണ്, വീൽചെയർ അല്ലേ? We know many people here in electric scooters. ഒന്ന് ചിന്തിക്കുക, പത്രോസ് ഇങ്ങനെ പാസ് ചെയ്യുക. Can you imagine Peter is walking along? നിഴൽ ആ പുള്ളിയെ തട്ടിയാലോ? And then just imagine his shadow falling on the എന്നാ സംഭവിക്കും? person. ബൈബിള് പറയുന്ന നിഴല് തട്ടിയ രോഗി എണീക്കും. Bible says even in his shadow the sick people were rising up. പൗലോസിന്റെ ടവൽ ഇട്ട രോഗി എണീറ്റ് വരും. And the handkerchief of Paul, if it was put on the sick person, they were being healed. ഇവര് ബസ്സേ കേറിയാൽ ആ കൂട്ടം മൊത്തം മാനസാന്തരപ്പെടും. That means if they got into a bus, everybody would be saved. നിഴലേ വിടുതല്, because there's deliverance in their shadow. ടവലേ വിടുതല്, There's deliverance in their handkerchief. പറഞ്ഞാൽ വിടുതല്, If they speak, there is deliverance.
എന്തുകൊണ്ടാണ് നമ്മളിൽ അത് കാണാൻ കഴിയാതെ വരുന്നത്? But why is it not visible in us? കാര്യം ഇവർ ആ എനർജിയെ മാക്സിമം യൂസ് Because ചെയ്യുകയാണ്. they use the energy to the maximum. നിങ്ങളുടെ ഭവനത്തിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകണമെങ്കിൽ If you need God's work നിങ്ങൾ in your പറയുന്ന home, വചനത്തിന്റെ അകത്ത് എനർജി കൂടുതൽ വേണം. we need energy to the words യേശു you അത്രയും speak. നേരം പ്രസംഗിച്ചിട്ട് പറയുവാണ്, Up to that point, Jesus preached and then says, അത്രയും നേരം പറഞ്ഞ വചനം up to that point I had spoken, ഇത് ജീവനും this is spirit ഇത് ആത്മാവുമാണ്. and life. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Oh, can we say hallelujah? അപ്പൊ ഇത്രയും പറഞ്ഞ വചനത്തിന്റെ അകത്ത് രണ്ട് കാര്യമുണ്ട്. ഇതെന്താണ്? So the words that we spoke so far, what is it? Two things. ഇതിന്റെ അകത്ത് ജീവനുണ്ട്, It has got spirit and life. ഇതിന്റെ അകത്ത് ആത്മാവുണ്ട്. It has got spirit and ഒരു life. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Hallelujah. അപ്പൊ ഇനി അതിനെ സെപ്പറേറ്റ് ചെയ്ത് പിന്നെയും പറയുവാണ്. And then we separate and say, യോഹന്നാൻ 1 പറഞ്ഞു ജീവൻ മനുഷ്യരുടെ വെളിച്ചമാണ്. in John 1 it says, the life is the light of man. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Can we say hallelujah? റോമാലേഖനം പറയുന്നു ജീവന്റെ ആത്മാവെന്ന് പറയുന്നു. In Romans it says, the spirit of life. പരിശുദ്ധാത്മ പിന്നെയും പറഞ്ഞു ഫ്ലെയിം ചെയ്യണം. കണ്ടോ? Holy Spirit is saying, fan into flame. അപ്പൊ അന്യഭാഷ നമ്മൾ പറയുമ്പോ So when we speak in tongues, യഥാർത്ഥത്തിൽ ഫ്ലെയിം ആകുന്നത് കൃപാവരം മാത്രമല്ല, it is not only the spiritual നിങ്ങളുടെ gifts അകത്തുള്ള that വേർഡ് ഫ്ലെയിം ആകുകയാണ്. even the word is being enlightened and being flamed. അതിൽ ആ വചനം ഭയങ്കര ബ്രൈറ്റ് ആകുകയാണ്. The word brightens inside of ഞാൻ us. ആദ്യം പറഞ്ഞല്ലോ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. I have mentioned before that our struggle is not against flesh and blood. വാഴ്ചകളോടും It's against principalities അധികാരങ്ങളോടും and authorities സ്വർലോകത്തിലെ ദുഷ്ടാത്മ and the evil power. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി, അവരൊരു ക്രിസ്തു വിശ്വാസികളല്ല. The other day, one sister, they are not believers. ആ സഹോദരി പറഞ്ഞു, അവർ ദുബായിൽ അവർക്ക് ബിസിനസ് ആയിരുന്നു, They had business in Dubai നല്ല രീതിയിൽ സെറ്റിൽ ആയിരുന്നു അവര്. and they were well settled. അവർ നാട്ടിലൊരു വീട് പണിതു. They built a house in Kerala. അവരാരും ഉപയോഗിക്കുന്നില്ല, അവർ നല്ലതായിട്ട് പണിത് മെയിൻറ്റെയിൻ ചെയ്തു പോകുമായിരുന്നു. They have a very beautiful house in Kerala, ദുബായിൽ തന്നെ സെറ്റിൽ ആവാൻ വേണ്ടിയായിരുന്നു. but they wanted to settle in Dubai മക്കളൊക്കെ പഠിച്ച് നല്ല നിലയിൽ എത്തിയിരിക്കുന്നു. because the children were all well ഒരു educated. ദിവസം അവർ ഹസ്ബൻഡ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി. And one day her husband left the house. പെട്ടെന്ന് കാലിലൊരു വേദന വന്നു. Suddenly he had pain in his leg. പിന്നെ അദ്ദേഹത്തിന് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു. And then he had some more difficulty. നീണ്ട 10 വർഷം ഇപ്പൊ രോഗിയായി കിടക്കുക. For the last 10 years he is a sick person. ട്യൂബ് ഇട്ടിരിക്കുകയാണ് ആഹാരം കഴിക്കണമെങ്കിൽ. To even have food it has to be through. എനിക്ക് തോന്നുന്നത്, എനിക്ക് കണക്ക് ചിലപ്പം സൗകര്യം ചിലപ്പോൾ കമന്റ് ചെയ്യുമായിരിക്കും, കണക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. I am not sure whether it's 10 years, it might be slightly different. അവിടെ ഉള്ളൊരു മനുഷ്യനെ വിളിച്ചു വരുത്തി. So they called a person to their house. പ്രാർത്ഥനക്കാരനല്ല. He is not a person who prays. അപ്പം അയാള് ഉദാഹരണമായിട്ട് ഞാൻ പറയും, ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇപ്പൊ ഈസ്റ്റ് ബോണിലാണ്. For example, we are in Eastbourne. ഇവര് നിൽക്കുന്നത് സ്കോട്ട്ലൻഡിലാണ്. ഉദാഹരണം പറയാം, just for you to understand, we are in Eastbourne but these people are in Scotland. അയാൾ അവിടെ ഒന്നുകൊണ്ട് പറഞ്ഞു, He said from there, നിങ്ങളുടെ വീടിന്റെ ഇരുവശത്തും he said, both sides of your house, എത്ര അടി താഴ്ചയെ കുഴിക്കാൻ പറഞ്ഞു. he said, dig to a certain depth. അവര് കുഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും സംഭവം കിട്ടി. And when they dug, they got something. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഇതിന്റെ എഫക്റ്റ് ആണ് ഈ പുള്ളി എന്ത് ചെയ്തത്. So they said it is because of the effect of this thing that they found that your husband is sick. ഞാൻ ആലോചിക്കുക എത്ര ആക്യുറേറ്റ് ആയിട്ടാ പുള്ളി പറഞ്ഞത്. And I am thinking how accurately he mentioned. അപ്പോൾ ഒരു ഈവിൾ സ്പിരിറ്റിനെ വർഷിപ്പ് ചെയ്യുന്ന ഒരാൾക്ക് കറക്റ്റ് ആയിട്ട് ആ സ്ഥലത്തെ എന്ത് ചെയ്യാൻ പറ്റി, ലൊക്കേറ്റ് ചെയ്യാൻ പറ്റി. So if a person who's not even a believer, he worships evil spirits and he is able to locate the correct location. ഒരു വ്യക്തിയെ രോഗിയാക്കിയ ഒരു സംഭവം ഞാൻ ഇത് പറയുന്നത്. I am talking about something that made a person sick. അപ്പോൾ നിങ്ങളുടെ മേൽ ഇരിക്കുന്ന അഭിഷേകത്തിന് ആ വ്യക്തിയെ ഡെലിവറൻസിലേക്ക് കൊണ്ടുവരാൻ പറ്റും. But the anointing in you can bring deliverance to that person. നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ, but for you to understand it, സ്പിരിച്വൽ സെൻസേഷനെ നിങ്ങൾ ഇൻക്രീസ് ചെയ്യണം. your spiritual senses have to be activated. നിങ്ങൾ മാനേജ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കകത്തും ദൈവത്തിന് ഒരു മറുപടിയുണ്ട്. Everything that you are facing and have to deal with, തപ്പുമ്പോഴാണ് നമുക്കൊന്നും മനസ്സിലാകാത്തത്. only when you're looking for answers in the dark you don't understand anything. നമ്മൾ പലപ്പോഴും വചനം ഭയങ്കരമായിട്ട് വായിക്കാറുണ്ട് അല്ലേ. We always read the word. എത്ര മണിക്കൂർ നിങ്ങൾ അന്യഭാഷ പ്രാർത്ഥിക്കാറുണ്ട്. But how many hours do you pray in tongues? നമ്മൾ ഇന്നത്തെ കൾച്ചറൊക്കെ മാറി. Nowadays in the modern culture, ഇപ്പോ അന്യഭാഷയൊക്കെ പാടുന്ന സഭകളിൽ പോലും 10 മിനിറ്റ് ആക്കി മാറിയിട്ടുണ്ട്. even in churches we speak in tongues only for 10 minutes. അധികം വെച്ചിട്ട് വോളിയം വെച്ചാൽ പോലും ഇപ്പോ പ്രശ്നമാണ്. Even if we increase our volume, it's a problem in നമ്മളൊരു സ്റ്റാൻഡേർഡിലേക്ക് വരാൻ തുടങ്ങി. because we have a certain standard we are trying to. ഒത്തിരി ഉച്ചത്തിൽ അന്യഭാഷ പറയുന്നതും
We don't like to speak tongues loudly. ഭയങ്കരമായിട്ട് നമ്മൾ അൺകൺട്രോൾ ആയിട്ട് പോകുന്നതും ഒക്കെ If we become a little bit uncontrollable, ഇപ്പൊ അതൊക്കെ ഒരു എന്താ പറയുക ഒരു മാനേഴ്സിന്റെ പ്രോബ്ലം ആയിട്ട് മാറി. now people look down on such behavior. ദൈവത്തിന്റെ പെട്ടകം പോകുന്ന സമയത്ത് But when the ark of the Lord was being ദാവീദ് taken, രാജാവ് David was a king. രാജവസ്ത്രമൊക്കെ അഴിച്ചു He removed all his kingly garments. അദ്ദേഹം ദൈവത്തിന്റെ പെട്ടകത്തിന് മുമ്പിൽ തുള്ളിച്ചാടി ദൈവത്തെ And ആരാധിച്ചു. we read that he danced in front of the ark of the Lord. ട്രാൻസ്ലേറ്റിലും കുഴപ്പമൊന്നുമില്ല. ഇവിടുത്തെ രാജാവ് അർത്ഥനഗ്നനായിട്ട് ഈ ലണ്ടനിൽ ഇങ്ങനെ ഒരു ഘോഷയാത്രയുടെ മുമ്പിൽ റാലിയിൽ ഡാൻസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും? Can you just imagine the king of the land dancing half naked in a rally in London? എന്തൊരു നാണക്കേട കൊട്ടാരത്തിൽ അല്ലേ? What a shame it will bring to the palace. ഇതേപോലെ ദാവീദ് രാജാവാണ്. Same way David was a king. താൻ ഇങ്ങനെ നൃത്തം ചെയ്യുക. And he's dancing in front of the ark. അൺകൺട്രോളബിൾ ആയി ദൈവത്തെ ആരാധിക്കുക. He's uncontrollable and he's dancing. കണ്ടോണ്ട് നിന്ന് അവിടെ ഒരാൾ കളിയാക്കി. And the person watching teased him. ബൈബിൾ പറ ദൈവം അവളുടെ ഉദരം അടച്ചു കളഞ്ഞു. And Bible says God closed the womb of the woman. ആരാധിക്കുന്നവനെ ദൈവം എത്രത്തോളം പ്രോത്സാഹിപ്പിക്കുന്നു. So can you see how much God encourages somebody who worships? നിങ്ങൾ ആത്മാവിൽ ആരാധിക്കുമ്പോൾ And so when you worship in spirit, ഫ്ലെയിം ആയിക്കൊണ്ടിരിക്കുകയാണ്. you are being flame നിങ്ങൾ charged. ആത്മാവിൽ നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ You are being filled and നിങ്ങളുടെ ഇരുട്ടുകൾ ignited. മാറിക്കൊണ്ടിരിക്കുകയാണ്. The darkness in your life is moving away. അപ്പോസ്തല പ്രവൃത്തിയിൽ അവർ അന്യഭാഷ പറഞ്ഞു തുടങ്ങി. In Acts of the Apostles, they started speaking in tongues. പിന്നെ അവർ അന്യഭാഷ പറഞ്ഞു. After that, did they speak in tongues? നിങ്ങൾ പറ പിന്നെ അവർ പറഞ്ഞു. Tell me, did they speak in tongues പറഞ്ഞു later? കാണുമോ അവര്? Would they have spoken in tongues? പറഞ്ഞു കാണുമോ നിങ്ങൾ? Would they have spoken in tongues? അവർ അന്യഭാഷ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ If they had not spoken in tongues, ബൈബിളിൽ ഒരു സ്ഥലത്ത് പോലും പിന്നെ അന്യഭാഷയെ പറ്റി പറയത്തില്ലായിരുന്നു. they would not, it would have not been mentioned anywhere else. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Say hallelujah. ഇവിടുത്തെ കാണാൻ പറ്റും ബൈബിൾ ഒരു കാര്യത്തെ പിന്നെയും പിന്നെ സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ If Bible stresses and repeats something, നിങ്ങൾ അത് ചെയ്തേ പറ്റത്തുള്ളൂ. you have to do it. നിങ്ങൾക്ക് ഒരു ഡെലിവറൻസ് വേണോ? If you want a deliverance, നിങ്ങൾ ശ്രദ്ധിക്കണം. You need നിങ്ങളുടെ അകത്തിരിക്കുന്ന വചനം മാനിഫെസ്റ്റ് ചെയ്യണം. the word in you has to manifest. നിങ്ങൾക്കൊരു കൃപാവരം ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ If you want to operate in spiritual gifts, ദൈവത്തിന്റെ വചനവും the word of God പരിശുദ്ധാത്മാവിന്റെ ലൈറ്റും and the light of the Holy Spirit, പരിശുദ്ധാത്മാവിന്റെ ഫയറും the fire of the Holy നിങ്ങൾ Spirit, ഇൻക്രീസ് ചെയ്യണം. it has to increase in you. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നു So if you are burdened about അത് something, അത്ഭുതമായി മാറും. it will become a miracle. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. Can we say a hallelujah? ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. Can we say a hallelujah? അവിടെ യേശു പറഞ്ഞു ഞാൻ പറഞ്ഞ വചനം എന്താണ്? ആത്മാവും. So Jesus says, the words I spoke is spirit ഇത് ആത്മാവും ജീവനുമാണ്. and life. അപ്പോൾ നിങ്ങൾ അന്യഭാഷ പറയുമ്പോൾ When you speak in tongues, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അന്യഭാഷയെ പറ്റി കേട്ടു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാമോ? can we turn to Acts chapter 2? അതിന്റെ 3-ാമത്തെ വാക്യം. Acts chapter 2 verse 3. They saw what seemed to be tongues of fire that separated and came to rest on each of them. നിങ്ങൾ ആ വാക്കുണ്ട് ടങ്സ് ലൈക്ക് ആസ് എ ഫയർ അല്ലേ? 3-ാം വാക്യമാണ്. Yes, tongues of fire. അപ്പൊ അഗ്നി അവർ കാണുമ്പോ എന്തുവാ? ഒരു ഭയങ്കര തീ വരുവാ. So when they see big fire coming towards എന്നെ them. നോക്കി വലിയൊരു തീ എന്ത് ചെയ്യാണ്? Fire is coming ഈ towards തീ them. ഇവരുടെ മേലേക്ക് വന്നപ്പം And when this fire comes ഇവരുടെ onto them, എന്തിരിപ്പുണ്ട്? ഭൂലോകത്തിന് അടുത്തോളം പോയിട്ട് ഈ വചന ഹൃദയത്തിൽ ഇരിപ്പുണ്ട്. what is there inside the word? What Jesus had said that you should go to the ends of the world and speak. ഇവർക്ക് ഹോൾ ഇല്ല, They don't have a hole. വണ്ടിക്കൂലി ഇല്ല, They don't have money for the Pocket money journey. ഇല്ല. They don't have pocket money. ഇവരെ റെക്കമെൻഡ് ചെയ്യാൻ ആളില്ല, They have nobody to recommend them. അവർക്ക് വേറെ ഒരു കഴിവുമില്ല. They don't have any other ability. ആകെ ഉള്ളത് വചനമാണ്. All they have is the word. പെട്ടെന്ന് ഒരു ഫയർ ഇങ്ങോട്ട് വരുവാ. And suddenly a fire comes ഈ upon ഫയർ them. നേരെ വന്നത് And the fire came ഈ straight വചനത്തിന്റെ മേലേക്കാ. onto the word that was in them. ഉടനെ ഇവരെന്ത് ചെയ്തു? And suddenly what happened? ഇവരെല്ലാവരും അന്യഭാഷ പറയാൻ തുടങ്ങി. They all started speaking in ഇവർ tongues. അന്യഭാഷ പറയാൻ തുടങ്ങിയപ്പോ And when they started speaking in tongues, അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. they were filled with the Holy Spirit. പരിശുദ്ധാത്മാവ് എങ്ങനെയാ വന്നത്? How did the Holy Spirit ഒരു come? തീ പോലെ. It came like a fire. അല്ലെങ്കിൽ എന്തിനാ നിറഞ്ഞത്? അവർ തീക്കകത്ത് എന്ത് ചെയ്തു? So what were they filled with? With fire. അവർ തീക്കകത്ത് എന്ത് ചെയ്യാൻ തുടങ്ങി? How were they filled? They were തീ filled with കത്തിയാൽ fire. പിന്നെ So ഇരുട്ടിൽ നിൽക്കാൻ പറ്റുമോ? if fire comes on them, they cannot തീ stay in the കത്തിയാൽ dark. പിന്നെ യെരുശലേമിലെ ഒരു ശക്തിക്കും
So if there is fire, no power in അവരെ Jerusalem ഒതുക്കാൻ കഴിയത്തില്ല. can stop them. യോഹന്നാൻ പറഞ്ഞു വെളിച്ചം ഇരുളിൽ പ്രകാശിക്കാൻ തുടങ്ങി. In John said the light was shining in the പിടിച്ചു darkness. വെക്കാൻ കഴിയുന്നില്ല. And the light could not hold, darkness could not hold them. തുടങ്ങിയാൽ, And once you become fire, ഒതുങ്ങാൻ കഴിയത്തില്ല. you will be unstoppable. Wherever you go, എവിടെ ചെന്നാലും എന്ത് ചെയ്യും? wherever you go, നിങ്ങൾ ഫയർ ആയാൻ തുടങ്ങിയാൽ you will be fire. ഡോറുകൾ തന്നെ തുറക്കാൻ തുടങ്ങും. Doors will open on its own. അതുകൊണ്ടാണ് പറഞ്ഞത് ഇദ്ദേഹത്തോട് ഞാൻ ക്രോളിൽ ഒരു മീറ്റിംഗ് വെക്കാൻ പറഞ്ഞൊന്നുമില്ല. I never mentioned to Nawaz brother to have a meeting in Crawley. ഞാൻ ഒരു സ്ഥലത്ത് മീറ്റിംഗ് വെക്കാൻ പറഞ്ഞിട്ടില്ല ഇതുവരെയായിട്ടും. I have not asked anybody to keep a meeting നിങ്ങൾ anywhere. ഫയർ ആകാൻ തുടങ്ങിയാൽ, But if we are fired up, ഡോറുകൾ തന്നെ തുറക്കാൻ തുടങ്ങും. the doors will open on its own. ചെന്നാലും ഡോറുകൾ ഓപ്പൺ ചെയ്യാൻ തുടങ്ങും. Wherever you go, doors will open. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ പലപ്പോഴും നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ, If you start praying very ഒരു strongly, കാര്യം മറക്കരുത്, ഇത് ഫയർ ആണ്. don't forget this is fire. ലാമ്പാണ്. The word is lamp. ഇതിനെയാണ് ഫ്ലെയിം ചെയ്യുന്നത്. കണ്ടോ? We are lighting this up. This is being ignited. വേർഡ് പറഞ്ഞിട്ട്, And when we speak the word, അന്യഭാഷ പറയുമ്പോൾ, when we say ഫ്ലെയിം ആകുവാണ്. this is ignited. തലമുറയെ പറ്റി പറയുകയാണ്. ജാതികളുടെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എന്റെ പ്രജയമറി. മോന്റെ പേര് എങ്ങനെയായിരുന്നു? ആരോൺ. ആരോണെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്ന് പറയും. So if we speak the word, that those who see Aaron, they will say he is blessed of the Lord. നിങ്ങൾ ഈ വചനം പറയുക. Suppose you are saying this word, മോന്റെ മുമ്പ് വലിയ ഇരുട്ടാന്ന് വിചാരിച്ചു. and suppose there's a big darkness around him. നമുക്ക് അറിയത്തില്ല. We don't know his future. നിങ്ങൾ ഇത് പറഞ്ഞിട്ട്, And once we speak the word, നിങ്ങൾ അന്യഭാഷ പറയാന്ന് വിചാരിച്ചു. and you start speaking in tongues, നിങ്ങൾ ദൈവത്തിന്റെ അന്യഭാഷ പറയുമ്പോൾ, and you keep speaking in tongues, ഈ വചനം ഇവന്റെ മേൽ ഫ്ലെയിം ചെയ്യാൻ തുടങ്ങും. that word will ignite around ഇതിങ്ങനെ him. ഫ്ലെയിം ചെയ്യാൻ തുടങ്ങുമ്പോൾ, And when this fires up, ഇവൻ എവിടെയാണോ ബ്ലോക്ക് ആയി നിൽക്കുന്നത്, wherever he is blocked, ഈ ബ്ലോക്കിന് പിന്നെ നിൽക്കാൻ പറ്റത്തില്ല. the block cannot ഇത് stop. പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാണ്. This is the fire of the Holy Spirit. ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. It ഇതിന്റെ burns. മുമ്പിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ Nobody കഴിയത്തില്ല. can stand in front of the fire of the Lord. ഇപ്പൊ ഇത് റിവീൽ ആകാൻ തുടങ്ങുന്നുണ്ടോ? And it will start revealing things. Hallelujah. ഇതാണ് അന്യഭാഷ വരെ ഉണ്ടോ നിങ്ങൾക്ക്? Do you have the gifts of tongue? ഉണ്ട്. ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് അന്യഭാഷയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. If we don't have gift of tongues, we'll pray for gifts of tongues. എന്തുകൊണ്ടാണ് നമ്മൾ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ, because when we speak in tongues, എനിക്ക് കഴിഞ്ഞ ദിവസമൊക്കെ ഭയങ്കര സങ്കടം ഉണ്ടായത്, last day I was very sad. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോമില് The home that I work in, ഒരാളുടെ അടുത്ത് ചെല്ലുമ്പോൾ മാത്രം, only when I go to one particular person, he starts shouting. ഞാൻ ഒഴികെ വേറെ ആരും അവന് കുഴപ്പമില്ല. He doesn't have a problem with anybody else, തൊടാൻ സമ്മതിക്കത്തില്ല. but he won't let me touch him. ഞാൻ ഇവനെ തൊട്ട് കഴിഞ്ഞാൽ, The minute I touch ഇവന് this, ഇച്ചിരി നോർമൽ, ഇച്ചിരി ഡിമെൻഷ്യ ഉണ്ടെങ്കിലും ഇച്ചിരി നോർമൽ. he has got dementia, but not to a high degree. 10 പേര് നിന്നാല്, If he shouts, even if 10 people are എന്നെ standing, കാണുമ്പോൾ തന്നെ ചീത്ത പറയാൻ തുടങ്ങും. the minute he sees me, he starts saying bad words. ഭയങ്കര വിഷയമാണ്. He has so much ഞാൻ against ചോദിച്ചു, me. നിനക്ക് എന്താ എന്നോട് പ്രോബ്ലം? So I asked him, what is your problem to me? നിർത്തുന്നില്ല. He doesn't stop shouting at me. എല്ലാരും പറയാൻ തുടങ്ങി, എന്തോ നിങ്ങൾ തമ്മിൽ പ്രശ്നം? So everybody started asking, what's the problem between you two? അപ്പൊ ഞാൻ ചോദിച്ചു, നമ്മൾ തമ്മിൽ എന്നാ പ്രശ്നം? I also asked him, what's the problem between us പുള്ളി two? പറയാം, നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. He says, there's no problem എനിക്ക് between us. നിന്നെ കാണുമ്പോൾ ദേഷ്യമാണ്. But when I see you, I get angry. വേറെ ആർക്കും പ്രശ്നമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, വേറെ ആർക്കും പ്രശ്നമില്ലല്ലോ, He says, nobody else has a നിനക്ക് problem. മാത്രം എന്താ പ്രശ്നം? Only why you have ഒരു ദിവസം problem. വരയ്ക്ക് അറിയത്തില്ല. He says, I don't നീ know why. അടുത്ത് വരുമ്പോ ഞാൻ ഇറിറ്റേറ്റഡ് ആവുക. The minute you come near me, I'm എനിക്ക് irritated. അന്ന് മനസ്സിലായില്ല. That time I didn't ഒരു understand. കാര്യം, നിങ്ങളുടെ അകത്തൊരു ഫയർ ഇരിപ്പുണ്ട്. Understand something, there's a fire in you. ഇരിപ്പുണ്ട്. There is a fire in you. അറിയത്തില്ലെങ്കിലും, ഓ Even if you don't know that, ഫയറിനെ അറിയത്തില്ലെങ്കിലും, even if you don't recognize the fire, വിശ്വാസമുള്ളവന് മനസ്സിലാകും. the person who's got evil spirit understands. ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കർത്താവേ അവനെ ഒതുങ്ങണം. So I started praying, God, he എനിക്ക് should be മനസ്സിലായി, ഇവന്റെ controlled. അകത്തുള്ള ഈവിൾ സ്പിരിറ്റുകൾ. I understood that the evil spirits in ഡിമെൻഷ്യയുടെ him. പിന്നിൽ ഒരു സ്പിരിറ്റ് ഉണ്ട്, അറിയാവോ? There is ഓരോ രോഗത്തിന്റെ പിന്നിലും. There is a spirit behind every illness, even behind dementia. ഞാൻ അവിടെ എപ്പോഴും പോയി അന്യഭാഷ പറയും. So I go near him, whenever I go there, I ഞാൻ speak in മാക്സിമം tongues. അന്യഭാഷ പറയും. I use all the ഞാൻ time to മാക്സിമം pray. വേർഡ് പറയും. I speak word, I speak in tongues. അറിയത്തില്ല, നിങ്ങളൊരു ഫയർ കത്തിക്കൊണ്ടിരിക്കുക. You don't know there is a fire being ignited in ഇത് you. പിശാചിന് മനസ്സിലാകും. And the devil നിങ്ങളൊരു understands ഫയറാണ്. that you are a fire. പക്ഷെ വേർഡിന്റെ അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലെങ്കിൽ, But if you don't have the understanding of the ഇത് word, ബ്രൈറ്റ് ആകത്തില്ല. this will not ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം brighten. പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ കൃപാവരങ്ങളെ പറ്റി എല്ലാരും പറയാണ്, എനിക്കതില്ല.
Most of us always say, oh, I don't have any അത് spiritual കിട്ടിയിട്ട് gifts. വേണം ഹീലിംഗ് മിനിസ്ട്രി ഓപ്പറേറ്റ് ചെയ്യാൻ. And we say, when we get it, we'll start the healing ministry. അന്യഭാഷ പറയുക. We keep speaking in tongues. കാര്യം ലാമ്പ് കറക്റ്റ് അല്ല. But that's because our lamp is not correct. ഇത് ഓഫാണ് ലൈറ്റ്. This lamp is switched off. കാര്യം ആത്മാവ് ഫയർ ആണ്, ഫ്ലെയിം ചെയ്യുന്നതാണ്. Because the spirit is fire and it ignites us. എങ്ങനെയാ ഫ്ലെയിം ആകുന്നത്? How can you be ignited without a അപ്പൊ flame? വേർഡ് കറക്റ്റ് അല്ലെങ്കിൽ And if the word isn't correct, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? what can we do? നമുക്കിത് ഫ്ലെയിം ആകത്തില്ല. We cannot be ignited. അപ്പൊ കൃപാവരം ഉപയോഗിക്കപ്പെടണമെങ്കിൽ So if you want to use your spiritual നിങ്ങൾ gifts, ആദ്യം ചെയ്യേണ്ടത് എന്റെ അകത്ത് വചനം വേണം. first thing you should know is വചനത്തെ you should have the പറ്റി word. അറിവ് വേണം. You need to have an understanding of the word. ഞാൻ കർത്താവിൻ യേശു വന്നിട്ട് ഇതിൽ കണ്ട ലൂക്കോസ് 4:19 പറഞ്ഞു, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ. In Luke 4 we say that I have been anointed to speak the gospel, to proclaim good news to the poor. നോക്കിക്കേ, അവിടെ യേശുവിന്റെ കോൺഫിഡൻസ് കണ്ടോ? Can you see the confidence of the Lord? കർത്താവേ എന്നെ ഒന്ന് ഉപയോഗിച്ചാൽ മതിയായിരുന്നു. What do we say? Oh Lord, I wish you would just use me. ഒരു അനക്കവും ഇല്ല ദൈവത്തിന്. For 10 years God has not used me. യേശുക്രിസ്തു ഉപയോഗിക്കുന്ന ടേം യൂസ് ചെയ്യുന്നു നോക്കിക്കേ. Can you see the term Lord Jesus Christ is using? 4:18. കർത്താവ് എന്നെ എന്ത് ചെയ്തിരിക്കുന്നു? എന്തിനു വേണ്ടി? ഈ ഹിൽശാമിൽ അനേകരെ വിടുവിക്കാൻ പറഞ്ഞ് എന്നെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നു. Let's say like the Lord said, the Spirit of the Lord is on me because He has anointed me to proclaim good news to the poor. കിട്ടാൻ വേണ്ടി ചോദിക്കും, കർത്താവ് ഹെൽശാം തരണം, ഹെൽശാം തരണം. We keep on saying, give us Hailsham, give us Hailsham. നോക്കിക്കേ, ബൈബിൾ പറഞ്ഞു കാല് കുത്തുന്ന പട്ടണം, Word of God says, where you step, ഞാൻ നിനക്ക് എന്ത് ചെയ്യാം? I will give that town to you. അവകാശമാക്കി തരാം. കണ്ടോ? I'll give it to you as an inheritance. അപ്പൊ കാല് കുത്തി പോയോ? If you have stepped onto this land, ഹെൽശാമി കാല് കുത്തി പോയോ? if you have stepped on നിങ്ങൾ Hailsham, അതിന്റെ അവകാശി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. we inherit this അപ്പൊ land. നിങ്ങൾ യൂസ് ചെയ്യുന്ന ടേം വ്യത്യാസം ഉണ്ടെങ്കിൽ Can you see the words, the terms we use? ഫ്ലെയിം ആകത്തില്ല. If we use a different word, it won't be flamed. യേശു പറഞ്ഞു, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ഡെലിവറൻസ് ടു ദ ക്യാപ്റ്റീവ്സ് അല്ലേ? അതായത് ബന്ധിതരെ എന്ത് ചെയ്യാൻ വേണ്ടിയാ? കണ്ടോ? Here in verse 18 and 19 says to set the oppressed free. ഈ വ്യക്തി ബന്ധിക്കപ്പെട്ടെന്ന് എങ്ങനെ മനസ്സിലാവും? Suppose a person is bound there. How do you know he's bound? ഈ വ്യക്തി ബന്ധിക്കപ്പെട്ടെന്ന് എങ്ങനെ മനസ്സിലാവും? How will we understand that a person is bound? ഈസ്റ്റാമി വന്ന സമയത്ത് One of Benny Brothers' friend came to East Ham. എന്നോട് കർത്താവ് പറഞ്ഞു, 2 ക്വസ്റ്റ്യൻസിന് ദൈവം മറുപടി തരാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു. The Lord said God is going to give him answers to 2 അദ്ദേഹം questions. പറഞ്ഞു, എനിക്ക് ഒരു വിഷയമില്ല അല്ലേ, And he said, I have no problems. എനിക്ക് ഒരു പ്രോബ്ലവും ഇല്ല. I don't have any പക്ഷെ questions. കർത്താവ് പറഞ്ഞു 2 ക്വസ്റ്റ്യൻ. But Lord said, I'm going to answer 2 questions. ഇപ്പൊ അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല. Right now he has no problem. അപ്പൊ നാളെ ചിലപ്പോ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യത. So maybe tomorrow he might face a problem. ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ. Hallelujah. അപ്പൊ ദൈവം അതിന് മുമ്പ് അദ്ദേഹത്തെ കൊണ്ടുവരികയാണ്. The കണ്ടോ? Lord is already bringing him ഒരാളുടെ before ലൈഫ് തിരിഞ്ഞ് മറിയാൻ വലിയ പാടൊന്നുമില്ല. It doesn't take many seconds for a life, somebody's ഇന്നലെ life വരെ to turn around. ഉരുൾപൊട്ടുമെന്ന് ആരെങ്കിലും ചിന്തിച്ചായിരുന്നോ? Up to yesterday, did anybody think there'll be landslide in Kerala? കഴിഞ്ഞ ദിവസം പറയാം, ഒരു അമ്മയും മോനും വീടിന്റെ മുമ്പിൽ ഇരുന്നപ്പോൾ ഉരുൾ പൊട്ടിയത്. We read that a mother and son was in front of their house when the landslide അറിഞ്ഞിരുന്ന അവിടെ came. ഇരിക്കുമായിരുന്നു. If they knew there was going to be a landslide, would they ലൈഫ് be എപ്പോഴും sitting? ചേഞ്ച് ആവാം. Our life can change any minute. ലൈറ്റ് ഫ്ലെയിം ചെയ്തോണം. But we have to, our light should be ഫ്ലെയിം ignited. ചെയ്തില്ലെങ്കിൽ If our light is not ignited, ഡാർക്ക്നെസ്സിലായി പോകും. we will be in darkness. ഒരു ഹല്ലേലൂയ പറഞ്ഞു. Hallelujah. പെട്ടെന്ന് തീർക്കുവാണേ. നോക്കിക്കേ, അപ്പം നമ്മൾ അന്യഭാഷ പറയുമ്പോൾ So when we speak in tongues, അഗ്നി നാവ് വെളിപ്പെട്ട് വരുക. the tongues of fire is upon us. നമ്മൾ പറയും, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. We say we pray. ഞാൻ പറഞ്ഞത് അങ്ങനെ പറയരുത്, നമ്മൾ ഫ്ലെയിം ചെയ്യുക. We shouldn't say that that we are praying. We should say we are fanning into flame. When we get a ആ word, വചനത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? ജ്വലിപ്പിക്കണം. that word we need to ignite it. ഇപ്പൊ നിങ്ങൾ ഈ ദിവസങ്ങളിൽ പറയുകയാണ്, ഞാൻ ഭൂലോകത്തിനട്ടത്തോളം പോയി സുവിശേഷം അറിയിക്കും. So suppose you are saying, I'll go to the ends of the ബന്ധനങ്ങൾ world, അഴിക്കും, that I will set the oppressed free, കെട്ടുകൾ പൊട്ടിക്കും. that I'll break bondages. ഇതിനു വേണ്ടി എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. That is for this I have been അപ്പൊ anointed. എന്റെ മേലെ അനോയിന്റിംഗ് ഉണ്ട്. I have the anointing. പക്ഷെ എനിക്ക് സ്ട്രെങ്ത് കുറവാണ്. But my strength, Confidence കുറവാണ്. I do not have the strength or confidence. എനിക്ക് ധൈര്യക്കുറവുണ്ട്.
I am not courageous enough. സംശയമുണ്ട്, I have doubt in my life. ഒത്തിരി എന്താ പറയുക ലിമിറ്റേഷൻ ഉണ്ട്. I have some limitations. ഞാൻ പറഞ്ഞു ഫയർ കത്താൻ തുടങ്ങിയ But if you start flaming, igniting the fire, ദാവീദിന്റെ അകത്ത് ഒരു ഫയർ ഉണ്ട്. there was a fire in David. കൊട്ടാരത്തിൽ ഭയങ്കര കീടൊക്കെ വെച്ചിരിക്കുക, He is sitting in the palace. ഭയങ്കര എന്താ പറയുക വേഷമൊക്കെ ഇട്ടിരിക്കുക. He is sitting with royal robes. പെട്ടകം കണ്ടപ്പോ അകത്ത് കത്താൻ തുടങ്ങി. But when he saw the ark of the Lord, he was ദൈവത്തിന്റെ ignited. പെട്ടകം കണ്ടപ്പോ When he saw the ark of the Lord, ദാവീദിന് ഇരിക്കാൻ പറ്റുന്നില്ല. David could not sit in his താൻ ആ royal ഡ്രസ്സെല്ലാം robes. അഴിച്ചു വെച്ചു. He removes the royal robes, എല്ലാവരും കാണുക ഡാൻസ് ചെയ്യാൻ and തുടങ്ങി. in front of everybody he starts ദാവീദ് dancing. ഡീസന്റ് ആകും. David is not thinking of being Manners extra keeping. decent. He is not keeping his manners. കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. Uncontrollably, undignified way he's dancing. അകത്ത് ഫയർ ഉണ്ടെങ്കിൽ Because the fire of the Lord is in ദാവീദിന്റെ him. അകത്ത് ഭയങ്കര ഫയർ ഉണ്ടെന്ന് അറിയാം. Oh, we know that David had a spirit സിംഹത്തെ inside. വലിച്ചു കീറുന്നവൻ Because he could അഭിഷേകത്താൽ. tear the lion ഇത് apart. ചുമ്മാ കാട്ടി കടന്നവനല്ല. He is not somebody who was just in ദൈവത്തിന്റെ the forest. അഭിഷേകത്തിൽ നിറയുന്നവനാ. He was filled with the ഇവന്റെ മുമ്പിൽ anointing of the പ്രതികൂലത്തിന് Lord. പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. No problem can stand in front of it. Can we pray in tongues? Sikabara bausha riba raba raba laba raba rikabara bara bala bala bara പ്രതിസന്ധികളെ ജയിക്കട്ടെ. Ira bara riba 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 ridara kabara bala bara bausha sikabara bausha sikabara bala bala bara bala bala ba ruba raba 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 rikabara bara bala 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 riba 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 ഊടി ബാര ശന്തല വന്തല രീകവ രന്തല Kani nadi naki bole 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 riba shaba laba raba raba. Oh, in Jesus' name, rivers of living water flow from us. So rabashe kabarabasa. Oh, ribashi sagari bashikari 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 bara 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 bara. Ribi 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 ribi. Pray in tongues. Pray in tongues. Hallelujah. Rimashe നിങ്ങളുടെ kabara. അകത്ത് നമുക്ക് ചുറ്റും ഒരു ഡാർക്ക്നെസ് ഉണ്ട് പ്രിയരെ. Around us there is darkness. അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾക്ക് എങ്ങോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ. And that is why many times we don't know what to do next. യോഹന്നാൻ 1:2 അധ്യായത്തിന് 1:2 കേട്ടു, ഇരുട്ട് അവന്റെ വഴി അടയ്ക്കുമെന്നാ പറഞ്ഞു. We read in John that the darkness shuts the way of a man, ലൈറ്റ് ഇരുട്ടിനെ പിടിച്ചടക്കും. but light overcomes the നമ്മുടെ darkness. ഫ്യൂച്ചറിനെ നിങ്ങൾ എന്ത് ചെയ്യുക? റിലീസ് ചെയ്യുക. We are releasing our future. Rabashi barabasi kabarabasha. നിങ്ങൾ എപ്പോഴും ഓർത്തോണം, ഇക്കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നെ വിളിച്ചവൻ നോർത്തേൺ ഐലൻഡിലുള്ള മാതാവ് കേൾക്കുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നത്. The other day a brother called me from Northern Ireland. അവൻ ഇങ്ങോട്ട് വരാൻ വേണ്ടിയുള്ള ദൈവാത്മാവ് എനിക്ക് വന്നത് എറണാകുളം പ്രാർത്ഥന വെച്ച് പരിശുദ്ധാത്മാവ് ഇടപെട്ട് നിന്നെ കർത്താവ് രാജ്യങ്ങളിൽ അയക്കുമെന്ന് പറഞ്ഞു. When we had the meeting in Ernakulam, Holy Spirit spoke to him and said, I'll send you to nations. അപ്പം രാജ്യങ്ങളിൽ അയക്കുമെന്നൊരു വാക്ക് വന്നു. അങ്ങനെ അവർ അതിനുവേണ്ടിയുള്ള പ്രോസസ്സ് ആരംഭിച്ചു. So they got the word, they started the process. ഒരു സ്റ്റുഡന്റ് വിസയിലാണ് ഇങ്ങോട്ട് വരാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. So he had planned to come on a student visa. And after that we got connected. അപ്പൊ ഇവര് ഉദ്ദേശിച്ച പോലെ ഫണ്ട് റെഡിയായില്ല. But they didn't have the finance ready. ഇവരുടെ കസിൻസ് ആരും അത് കൊടുക്കാൻ റെഡിയായില്ല. None of their cousins were willing to pay that. അപ്പൊ മനസ്സ് പറഞ്ഞു പ്ലാൻ അങ്ങ് മാറ്റിയേക്കാം. So their mind said, shall we drop the plan? പക്ഷെ ഉള്ളത്തിൽ നിന്ന് ഇവർ ചിന്തിച്ചു, കർത്താവേ അങ്ങ് പറഞ്ഞിട്ടാണല്ലോ ഇത് ചെയ്തത്. But inside them they said, Lord, you spoke to us and that's why we took this step. But they are stuck. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് And quickly ഒരു ആലോചന ഇടപെടുവായിരുന്നു. Holy Spirit gave them a word, ഒരു അടയാളം വെളിപ്പെടുത്തുക. gave them a ഇത് sign. കേട്ടോണ്ടിരിക്കുന്ന ഒരാളോട് സംസാരിക്കുക ദൈവം. And Lord is speaking to somebody who was hearing them. വീടിന്റെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ The Holy Spirit said, when you step out of your house, മാവ് നിൽക്കുന്നു. there is a mango tree on the next. കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ And when you get out of your date, റൈറ്റ് സൈഡിൽ ഒരു തുണിക്കടയുണ്ട്. there is a clothes shop on the right ആ side. വീട്ടിലിരിക്കുന്ന വ്യക്തിയോട് പറയുന്നു, And when you speak to the person in that, യഹോവ ഈരെ എന്ന് പറയാൻ പറയുന്നു. he's saying Jehovah Jireh to that അവര് person. പറഞ്ഞത് ഞങ്ങളുടെ വീടാ. And he says, that is my home. ദിവസം രാവിലെ പറയുന്നു കൺഫർമേഷൻ ഫണ്ട് റെഡിയായി. And next day morning he said, I've got the confirmation, the funds were ready. പിന്നെ അയർലൻഡിൽ വന്നു. He came to ഈ Ireland. കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചു. The other day he called അയർലൻഡ് me. കത്തിക്കൊണ്ടിരിക്കുക. Ireland is burning. ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ഒളിച്ചു താമസിക്കുക. He is in a friend's house. പുറത്തിറങ്ങിയ വിഷയവാ. If they come outside this നിരാശ problem, അകത്തോട്ട് കയറുക. depression is coming ജോലി in. കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. He has no ഭയങ്കര വിഷയവാ. he has no hope to get a ഞാൻ job. പറഞ്ഞു ബ്രദറെ പ്രാർത്ഥിക്കുന്നുണ്ടോ ഇപ്പം? I asked him, are you praying now? പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ബ്രദറെ. He's saying, I cannot pray. I don't get time to ഞാൻ pray. പറഞ്ഞു മോനെ ഒരു പ്രോമിസ് കേട്ടെങ്കിൽ I said, son, if you have heard a നീ promise, അതിനെ കത്തിക്കണം. you have to ignite നീ it. കത്തിക്കുന്നില്ലെങ്കിൽ If you're not burning ഇരുട്ട് it, കൂടിക്കൊണ്ടേയിരിക്കും. darkness will come over it. ഈ ലൈറ്റ് ഓൺ ആക്കാതെ If you don't switch on ഇരുട്ട് this light, പോകത്തില്ല. the darkness will not go. ഇരുട്ടിന്റെ ആഗ്രഹം
The desire of the നീ darkness തിരിച്ചു പോണമെന്നാ. കണ്ടോ? is that for you to go back. ദൈവത്തിന്റെ പ്ലാൻ plan of God നീ ഇവിടെ നിൽക്കണമെന്നാ. is for you to stay here. നീ അയർലൻഡ് കത്തിക്കോട്ടെ, Let Ireland burn. നീ കത്തിയില്ലെങ്കിൽ If you are not burning, നീ കത്തിയില്ലെങ്കിൽ if you are not burning, വാഗ്ദത്തം ചലിക്കത്തില്ല. the promise will not move. വാഗ്ദത്തം പ്രോമിസുകൾ ലൈറ്റ് ബ്രൈറ്റ് ആകണമെങ്കിൽ If your promises has to shine, ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോവാ. I'm going to end now. അപ്പോസ്തലന്മാർ 120 പേര് 120 apostles, ആകെ കയ്യിലുള്ളത് all they have in their hand. മർക്കോസ് 16:16. Mark 16:16. All creation. You will go to the world and preach to all creation. പെരുന്നാളിലിരിക്കുക. And they're sitting in the Jerusalem at the time of the festival. They don't have the confidence to speak the gospel. തല വെട്ടും. If they speak the gospel, they'll be killed. യേശുവിനെ ക്രൂശിച്ച റോമരും യഹൂദനും അവിടെ പെരുന്നാൾ കൂടാൻ വന്നിട്ടുണ്ട്. All those that crucified Jesus, they were there. ആകെ ഉള്ളത് വചനം. All they had was the word. ഇവർക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. They are not able to move. യേശു പറഞ്ഞു പേടിക്കണ്ട, ശക്തി വരും. He said, don't worry, the power will come. I'll say power, fire will come. തീ വരുമ്പോ നിർത്താതെ തീ കത്തിച്ചോണം. ശരിയാ. And when fire comes, keep burning it. തീ വന്നപ്പം When the fire came, when the fire came, ഈ അന്യഭാഷ പറയാൻ തുടങ്ങി. and started ഈ speaking തീ in tongues. അങ്ങോട്ട് കത്താൻ തുടങ്ങി. And when the fire started burning, യെരൂശലേമിൽ ആളിക്കത്തി. it started burning in ശമരിയയിൽ Jerusalem. ആളിക്കത്തി. It started burning in Samaria. ഭൂലോകത്തിനറ്റത്തോളം ഇത് കത്തി ഇവിടം വരെ എത്തി. And it has come up to us. തുടങ്ങിയത് 120 പേരാ. It started with only 120 people. അവർ ഈ തീ കത്തിച്ചില്ലായിരുന്നെങ്കിലോ And if they had not ignited this fire, ഡാർക്ക്നെസ് മൂടിയേനെ. darkness would be over the world. പല വിശ്വാസികളും ജനിച്ച് ആ ലോക്കൽ ഏരിയ മരിച്ചു വീഴുന്നത്. And that is why many believers are born and they die in the same local area. പറഞ്ഞായിരുന്നു, ഒരു പ്രവചനം പറഞ്ഞായിരുന്നു, പലരും പറയും. Many say, oh Lord had given me a promise, നടക്കുന്നില്ല. but it's not happening. ഒരു കാര്യം മനസ്സിലാക്കണം, ഡാർക്ക്നെസ് ഉണ്ട് ഇവിടെ. You need to understand there is darkness around you. ഡാർക്ക്നെസ്സിന്റെ ആഗ്രഹം നിങ്ങൾ ഷൈൻ ചെയ്യുന്നതാണ്. And the darkness does not want you to shine. മീൻ പിടിച്ചിട്ട് അവിടെ എങ്ങനെ നടന്നാ പോരെ? Peter, just catch fish and live there. മീൻ പിടിച്ച് നടന്നാ പോരെ? Can't you just catch fish and live? വലിയ കാര്യമൊക്കെ പിടിക്കുന്നത്. Why are you trying to get hold of big things? പരിശുദ്ധാത്മാവ് എൻ്റെ അകത്തുണ്ടെങ്കിൽ The Holy Peter will say, പിടിക്കും. if I have the Holy Spirit, I will get nations for the Lord. നിങ്ങൾ ജ്വലിപ്പിക്കണം. You have to ignite yourself. നിങ്ങൾ ജ്വലിപ്പിക്കണം. You should ഞാൻ fan പ്രാർത്ഥിക്കാൻ into തുടങ്ങുമ്പോൾ ചെയ്യുന്നത് ഞാൻ പെട്ടെന്ന് ഫേസ്ബുക്ക് അങ്ങോട്ട് അൺഇൻസ്റ്റാൾ ചെയ്യും. When I start praying, I uninstall Facebook. കഴിവെങ്കിൽ ഞാൻ ഫോൺ സൈലന്റ് ആക്കും. I also silent my പ്രാർത്ഥിക്കുമ്പോൾ phone. ടെൻഡൻസി ഫോൺ നോക്കാൻ. When we are praying, our tendency is to keep looking ഇതിനെ at the phone. ഓവർകം ചെയ്യണം പ്രിയരേ. We need to overcome this. ഇല്ലെങ്കിൽ നിങ്ങൾ ആ പഞ്ചായത്തിൽ ഒതുങ്ങി പോകും. Otherwise, you'll stay in your own എത്ര district. വചനം കേട്ടാലും No matter how much flame word you, ആകുന്നില്ലെങ്കിൽ, if it's not being burnt into if you're not firing it, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ പ്രവർത്തിക്കും. Holy Spirit will not you work through you. ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. I always say this. നമ്മൾ വചനത്തിന്റെ അകത്ത് നിങ്ങൾക്ക് ഒരു വാഗ്ദത്തം കേട്ടാല് Once you get a promise, അത് നടക്കണം നിർബന്ധമൊന്നുമില്ല. it's not necessary it will happen. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം എത്ര പേര് അതിനകത്ത് കയറി? So how many people left Egypt, but how many reached the promised land? എബ്രായലേഖനം പറയുന്നു അവരെല്ലാവരും വാഗ്ദത്തം കേട്ടവരാ. In Hebrews they say they all heard the promise. എല്ലാവരും ഇറങ്ങിയവരാ. All of them left Egypt to go to the promised land. എല്ലാവരും പ്രാപിച്ചോ? But did all of them reach the promised land? You need to pay attention to this. വാഗ്ദത്തങ്ങളെ ഫ്ലെയിം ചെയ്യണം. You have to fan into flame the promises. നിങ്ങൾ കർത്താവേ എനിക്ക് ഈ എൽശാമിൽ ഒതുങ്ങണ്ട. You need to say, Lord, I don't want to be stuck in Hailsham. പഞ്ചായത്തിൽ ഒതുങ്ങണ്ട. I don't want to be വളരണം. I want to grow. തീയാകണം. I want to be a fire for you, Lord. I want to be a fire. നമുക്ക് പെട്ടെന്ന് Can we all എല്ലാവരും പ്രാർത്ഥിച്ചു. Can we all pray? Can we all pray? Thank you, Holy Spirit. കഴിഞ്ഞ ദിവസം നിങ്ങൾ പറഞ്ഞാൽ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചപ്പോൾ അന്ന് വിധിവേറിന് എനിക്ക് ഒരേപോലെ ക്രോയിഡോൺ ഞങ്ങൾക്ക് ഒരേപോലെ ആ സ്ഥലം വെളിപ്പെട്ടു. Last day when we were praying, both Nikhil Pastor and Benny Brother got the same city, Croydon. അപ്പൊ ചില കാര്യങ്ങളെ ദൈവം നമ്മളെ ഈ മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? So some things, can you see God wants to move us? എവിടെയായിരുന്നു? Where were we till now?
കർത്താവ് അടുത്തൊരു കൗണ്ടിയിലേക്ക് മൂവ് ചെയ്യുന്നത് കൊണ്ടോ? Lord is moving us to the next county. കാരണം നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പയ്യെ പയ്യെ ഡോറുകൾ തുറന്നു വരുന്നത് കണ്ടോ? Can we see when we are praying here, doors are being opened for us? കൂടുതൽ പ്രാർത്ഥിച്ചാലോ? So if we pray more, കൂടുതൽ ഫ്ലെയിം ആയാലോ? if we fan into flame, ഒരു കാര്യം ഓർത്തോണം, കൃപാവരം നിങ്ങളിൽ ഉണ്ട്. we have the spiritual നിങ്ങൾ gifts. വിട്ട് കളയല്ലേ? Don't let go of this. ഒന്നുമില്ല. We have nothing more to get now. പക്ഷെ ഒരു കാര്യം, But one thing, ഇത് തിരിച്ചറിയാനുള്ള ഫ്ലെയിം. but to understand, to recognize this, we need the fire. നിങ്ങൾക്ക് യൂട്യൂബിലുണ്ട് ഡ്രീംസും വിഷൻസും എങ്ങനെയാണ് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റില്ല. അതല്ലേ വിഷയം നമ്മളല്ലേ? Yeah, it's there in YouTube how to interpret dreams and visions. എങ്ങനെ അതിനെ ഓപ്പറേറ്റ് ആകുന്നത്, How it is operated. അതെങ്ങനെയാണ് നമ്മളിൽ സംഭവിക്കുന്നത്, How it is, how happens in us. നമ്മുടെ ബ്രെയിനിൽ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. We learned how it works in our mind. ഒരു മണിക്കൂർ മുകളിൽ ഉണ്ടായിരുന്നല്ലേ? Yeah, 1.5 hours. മുകളിലുണ്ടായിരുന്നത് സമയം നമ്മൾ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കർത്താവ് ഞാനത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമായിരുന്നു, ചിന്തിക്കുമായിരുന്നു. കാരണം നമ്മുടെ അകത്ത് പലപ്പോഴും അന്യഭാഷ പറയുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കാനില്ല. Many times when you speak in tongues, we don't pay attention. We don't pay attention to what God is showing. Can we speak tongues for some time? Bala 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 bashastala ribal kastadara baushastala rigalandradara ribalara gadara ribarashastala gadara amdalara bar baushastala ribal kastadara Darigal kastadara bara 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 bashastala Shabala bala 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 bashastala ragada Ribala garada garamdala ribal kastada ribala balara baushasta daraba Ribala garandara dereshasta deri galodere shasta daraba Ribal kasta daraba baushasta deri galandara dere Ibalara bara 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 baushasta dar gadara baladere Tari kalada randalada reshadara bala bala restada Ibalara gasta dara bara 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 baushasta da Shakal kasta dara baushasta deri galada randara dere Ribal kasta dara bara 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 baushasta da Rigal kasta dara bara baushasta dara bara bara ba Rigal kasta dara ibal kasta dara ribala randara dere Robal kasta dikara da ribala ragasta dara ba Ribal kastadara bar di kora dere balandara dere shibal ka di dir bar dar dar dara ribalara bar dar dar shastada ribalara bara dara dara darandara dara ribal kastadara baushastada ribalore dere ribal kastadara bar dere andara dere ribal kastada ribala garandara dara shabal kastadara bar baushastade obala garandara degarandara dere oraba digala ragada rabala digarandara garada garedere shabal kastadara bar bar baushastada Ribala bala bala daram dara dereshastada Shabala garastada rabara baushastada Ribal lo derandara dara baushastada Shabal ladere derandara dere Shagala radere shastada rabaraba Paapagaleയും തേളുകളെയും ശത്രുവിന്റെ സകല തന്ത്രത്തെയും മെതിക്കുവാൻ Shabal kastада rabaraba Ribalabo dereshastada raba എല്ലാ അന്യായ നുഖങ്ങളും അഴിയട്ടെ Shabal shagala garandara dara baushastada Ribarada ragada ribala darada ribal kastada ribagarandalada ഓ രവദ രക്ഷസ്തദേ കുടുംബങ്ങളെ ബന്ധിച്ചിരിക്കുന്ന എല്ലാ അന്യായ നുഖങ്ങളും അഴിയട്ടെ ശബലഗരാസ്തദ രബാര ഭൗഷസ്തദ ഓ തലമുറകളെ ബന്ധിച്ചിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ ഓ ശബല രാധ രക്ഷസ്തദ റിബല രബാ രദേ 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 റിബാ റിബൽ കസ്തദ റിബലോ രദശസ്തദ Riba laba raba 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 dere orada ribala രോഗബന്ധനങ്ങൾ അഴിയട്ടെ ഓ ക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടട്ടെ ശബലഗരസ്തദ റീഗൽ കസ്തദ റീബ റബല ദിഗരശസ്തദ തലമുറകളോട് വാദിക്കുന്ന എല്ലാ വാദപ്രതിവാദങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു ശബലോരോ ദരദേ ക്രിസ്തുവിന് വേണ്ടി ഓടുവാൻ തലമുറകൾ എഴുന്നേൽക്കട്ടെ ശബല ഹൃദ അതിനെതിരായി നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു Shabala bala dereshastada rabara baushastada or bala barashastada baushastada or bala 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 stada
Shastala, Orikara. Shabala, Derada, Rikara, Redere, Shibara, Regada, Ribal Castala, Ribala Radere. Rabala Bala 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 Shastada, Raba, 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 Orabala Baraba Shastala, Raba. Oh, Yosef in a Potakana, Anikirava angle. Ninga Chivatilla, Ella, Pradisantical, Anikirava Marate. Shabala Bala Baraba Baraba Shastala, Raba. Over. Amen. Ribala Garastada, Raba, 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 Shastada. Shabala Balodere Shastala, Raba. Oh, hallelujah, hallelujah. Ribaladere. Oh, Adanjagana Oravagal Turakapate. Adanjagana Oravagal Turakapate. Ariba Katere, Dika Radere. Ariba Garastada, Rabaraba. Oh, a single party in Urava Varapata the Bole. Oh, in the Ella Danatum, hallelujah, Kata in the Nira of Prabate. Bala 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 Shabala Registada Rabare Dere Shastada Oh Rabara Shastada Regade Randala Rabare Uribala Recostodo Shastala Rabaraba Ribala Bara Dere Shastala David Petagam Manapatan Aradichangil. If Parigasicha Savodri and Tambora Nokingili. If David don't try to be decent. When you worship in the spirit. If the king was not ashamed, we should not be ashamed as well. When we worship, what people like, they don't like too much noise. That's the devil's plan. Can you just look at the churches? How long do they speak in tongues? Just look at the churches you go to. 15 minutes at the end of the song or the worship, they speak in tongues. That time is not enough to come out of the darkness. Till a promise is fulfilled, the anointing of the Holy Spirit has to be ignited. The other day I spoke about Ajita's sister. The sister came for a prayer with us. Unknowingly, she came into this prayer line. She was a believer amongst us. She knows that she has to get up at 5 o'clock in the morning. Because 200-300 prayer requests are coming. God is continuously speaking to her. She is delivering many people. She was an ordinary believer. But when the Lord anointed her, and even now I haven't opened around 3,000 testimonies on my phone. And the sister is saying at least 300 calls I take one day. The other day Fergus brother was saying that people are complaining that she's not picking up the phone. I asked the Lord, how am I going to deal with this? I didn't get an answer. Move forward. The Holy Spirit will take care of the rest. I'll say something that the Holy Spirit has just told me. You will not be able to control yourself. God is going to send people to our midst. I'm not saying this to just boost you up. If you speak in tongues, the people coming near you, they'll be irritated. Because you have the anointing to bind the evil spirit in them. So when you get irritated, don't cry. In Jesus' name. I have the power to bind the evil spirit in you. Use this. Use your authority. Use the authority. I saw that
കാണുന്നത്, I'm not seeing it as a നിങ്ങൾ church. പബ്ലിക്കിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു കാഴ്ച I am കാണുന്നത്. seeing a vision that you're standing in the public. ഞാൻ പബ്ലിക്കിന്റെ ഇടയിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച I am കാണുന്നത്. seeing you moving into the public. കാര്യം ഈ ദൂത് കിട്ടുന്ന സമയത്ത് എനിക്ക് പണ്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. When I used to get this vision, I wouldn't believe this. കാര്യം ഞാൻ പണ്ട് 10 പേർക്ക് വേണ്ടി ഡെയിലി പ്രാർത്ഥിക്കുമായിരുന്നു സൂമില്. I used to pray for 10 people daily. അന്ന് പരിശുദ്ധാത്മ പറഞ്ഞു ഇപ്പൊ ഞാൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി പോവാ. That time Holy Spirit said, I'm going to multiply you now. കാര്യം ഈസി ആയിരുന്നു 10 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. Because it was easy to pray for 10 people. പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ. It was easy to say the names ഇന്ന് and pray. കർത്താവ് അത് കൗണ്ട് ചെയ്യാൻ മേലത്തെ രീതിയിലാക്കിയെങ്കിൽ And now if he has made it countless, ഞാനിത് നെഗളം പറയുമല്ല, I'm not saying this to be പരിശുദ്ധാത്മ proud. വന്നത് നിങ്ങളെ ഫ്ലെയിം ചെയ്യാനാണ്. Holy Spirit has come to fan us into flame. നിങ്ങൾ അതിനെ ഫ്ലെയിം ചെയ്തില്ലെങ്കിൽ If you don't ignite നിങ്ങൾ it, ഒതുങ്ങിപ്പോകും. you will just stay where you ഒതുങ്ങാൻ are. ആഗ്രഹമുണ്ടോ? Do you want to just stay as you ഉണ്ടോ? are? ഒതുങ്ങാൻ ആഗ്രഹമുണ്ടോ Do you നിങ്ങൾക്ക്? want to stay as you are? നിങ്ങൾക്ക് ഇങ്ങനെ വേണേ പോവാം. You can continue as it is. ദാവീദ് ഒരു അഭിഷേകം കിട്ടി വേണേ ആട് തിരിച്ചു നടക്കാം. David got the anointing, but he can continue വേണേ feeding the sheep. ആടിനെ ഫീഡ് ചെയ്ത് ഡോക്ടർ പറഞ്ഞ റിപ്പോർട്ടും പിടിച്ചാൽ അവിടെ ഇരിക്കാം. You can hold the doctor's report and sit there. ദാവീദ് തീരുമാനിച്ചു എനിക്ക് കാട്ടിൽ നിന്ന് രാജാവായി തീരണോ. But David knew that എന്റെ അഭിഷേകത്തെ ഞാൻ യൂസ് ചെയ്യോ. he was going to use the anointing സിംഹത്തിന്റെ മേലും over the lion, സകലത്തിന്റെ മേലും യൂസ് ചെയ്യണം. over everything. ഇതാണ് സ്ട്രെങ്ത് എന്നുള്ളത്. This is strength. അപ്പൊ നമ്മൾ ഈ 2 മാസത്തോളമായിട്ട് For the last 2 months, നമ്മൾ സ്പിരിച്വൽ ഗിഫ്റ്റുകളാണ്. we've been speaking about spiritual നമുക്ക് gifts. വരും ദിവസങ്ങളിൽ എങ്ങനെയൊക്കെ ഇതിനെ ഉപയോഗിക്കാവോ. In the coming days, how we can use this. ഇന്നലെ പറഞ്ഞ ഒറ്റ മിനിറ്റ് ആണ് നിങ്ങൾക്ക് തന്നെ നല്ലൊരു വിസ്റ്റം ഉപയോഗിക്കുക. Yeah, we got 1 minute to use the spirit of എന്റെ മനസ്സിൽ wisdom. ഒറ്റ മിനിറ്റാ വന്നത്. കാര്യം 1 മിനിറ്റ് മതി. We just need 1 അത് minute. കൂടുതൽ ഒരു വിസ്റ്റം ഉപയോഗിക്കാൻ. That's enough to use the 1 spirit of മണിക്കൂർ wisdom. അരമണിക്കൂർ അന്യഭാഷ പഠിക്കുന്ന ഒരാൾക്ക് ഒറ്റ സെക്കൻഡും 1 മിനിറ്റ് വേണ്ട. Those who speak in tongues for an hour and an hour and a half, they don't need 1 minute. അതുകൊണ്ടാണ് ഇന്നലെ പെട്ടെന്ന് എന്ത് ചെയ്തല്ലേ Quickly we got വേഗത്തിൽ words. കാണാൻ പറ്റിയത്. കാര്യം കൂടുതൽ പ്രാർത്ഥിക്കുന്നവർ കൂടുതൽ വേഗത്തിൽ അത് ആക്റ്റീവ് The ആവും. more we pray, the more it will be activated. വേഗത്തിൽ നമുക്ക് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാം. We'll pray and go forward. കർത്താവിന്റെ മേശ നമ്മുടെ നടുവിലുണ്ടല്ലോ. The Lord's table is in front of us. നമുക്ക് ഈ ദിവസങ്ങളിൽ വലിയൊരു വിശാലത തരും. God will give us an expansion in these days. നമുക്കറിയാം ഇവിടെ ഇങ്ങോട്ട് വന്നതിന്റെ സാഹചര്യം നമുക്കറിയാം അല്ലേ. We know why we came to this hall. ഞാൻ ആ ഹോളിൽ ആദ്യം കയറിയ സമയത്ത് When I first entered that ഞാൻ hall, കണ്ട ഒരു ദർശനം എന്ന് പറഞ്ഞാൽ I saw a vision. കരഞ്ഞുകൊണ്ട് ആളുകൾ ഇറങ്ങി പോകുന്ന ഒരു കാലഘട്ടമാണ് ഞാൻ കണ്ടത്. I saw a time when people cried and left that ഈ hall. വർഷമല്ല കുറേ കാലം പുറകോട്ട് അത് കരഞ്ഞുകൊണ്ട് Not last year, but many years back. കണ്ണുനീര് വീണ ഹോളാ ഇത് രണ്ടും. That hole, these two, this hole and that hole, the tears fell in this അപ്പൊ ആ place. കണ്ണുനീര് തമ്പുരാൻ തിരിച്ചു പിടിക്കാൻ വേണ്ടി But പോവാ. God is going to restore those tears. അതുകൊണ്ട് തമ്പുരാൻ ഇവിടെ കൊണ്ടിട്ടേക്ക് നമ്മളെ. That's why God brought us here. ഗ്രേറ്റ് മിഷൻ അകത്ത് കിടക്കുന്ന There's a great mission in നിങ്ങൾ front ഈ of us. ഹിൽസാമിൽ ഒതുങ്ങരുതേ. You should not stay in Hillshire. അന്യഭാഷ പറയാൻ തുടങ്ങി ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ സ്പ്രെഡ് ആകാൻ തുടങ്ങും. If you speak in tongues, I'm saying നിങ്ങൾ you will പരീക്ഷിച്ചു നോക്കിക്കോ. not, you will spread. ഇരുട്ട് Try മാറുമ്പോ it. വെളിച്ചം തന്നെ വരും. When the darkness moves, the light will come. ലീവ് ഇല്ലെങ്കിൽ ലീവ് എടുക്കണം. If you don't have leave, take leave. ലീവ് എടുത്തിരുന്ന് പ്രാർത്ഥിക്കണം. Take മാസത്തിൽ leave, ഒന്ന് at least once a month. മാസത്തിൽ ഒന്ന് പ്രാർത്ഥിക്കണം. At least once a month, take leave and sit. പഞ്ചായത്തിന്റെ കെട്ടുപൊട്ടുന്നതാണ്. The boundaries of this district will be broken. നമുക്ക് കർത്താവിന്റെ മേശയിലേക്ക് പ്രവേശിക്കാം. We are going to take part in the Lord's Supper. കർത്താവിന്റെ മേശയാണ് നമുക്ക് ഇതെല്ലാം കിട്ടിയത്. The Lord's table is what gave all of this to us. എന്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് ഒരു വാക്ക് പറയുവാണ്. Holy Spirit is giving me a word. നിങ്ങളുടെ ഫോൺ നിലയ്ക്കാത്ത രീതിയിൽ, Your phone will not stop. അസാധാരണമായ രീതിയിലേക്ക് In an extraordinary way, ആളുകൾ ബന്ധപ്പെടാൻ വേണ്ടി പോകും. people are going to get connected to you. അതുപോലത്തെ ഒരു കാഴ്ച എന്റെ ഉള്ളത്തിൽ പെട്ടെന്ന് മിന്നി വന്നു. Quickly, that ഞാനത് sight is coming. അനുഭവിക്കുന്നോണ്ട് പറയാ പ്രിയരെ. And because I'm experiencing, ഞാൻ I'm നാട്ടിൽ saying, ചെന്നപ്പോ എനിക്ക് മാപ്പിടാൻ പറ്റിയില്ല. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് ബ്രദർ അഹങ്കാരം പറയുവാന്ന് ചിന്തിക്കരുത്. when I went to India, I could not even put the Google Maps. I'm not saying because I'm too ഞാൻ proud വളരെ of it. വിഷമത്തോടെ മീറ്റിംഗ് പറഞ്ഞു, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഫ്ലൈറ്റ് മോഡ് കണ്ടിന്യൂസ് എന്ത് ചെയ്യുവാ, I had to put it in flight mode because continuously I was getting message. The minute my SIM was on, ഞാനത് ഫ്ലൈറ്റ് മോഡ് ഇട്ടു. I put it on flight mode എനിക്ക് നെറ്റ് കിട്ടുന്നില്ല. അപ്പം because I'm not getting net. മാപ്പിടാൻ സമ്മതിക്കാത്ത രീതി. I could not even put my Google map. ഒറ്റ വഴിയേ ഉള്ളൂ. There was only one way. നിങ്ങൾ പ്രാർത്ഥന നിർത്തിയാൽ മതി. ഇത് നിർക്കും.
If we stop prayer, നിങ്ങൾ everything അന്യഭാഷ will stop. നിർത്തിയാൽ If we stop speaking in tongues, everything will stop. പിശാചിന് സന്തോഷമാണ്. The devil will be happy. അന്യഭാഷ പറയാൻ തുടങ്ങിയാൽ If you speak in tongues, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം ഒക്കെയും. oh, goodness and mercy will follow you all the days of your life. എനിക്കൊരു കാര്യം മനസ്സിലായി, ഒരു കാലത്ത് ആരെങ്കിലും ഒന്ന്, ഞാൻ പണ്ട് ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാൻ മുന്നിൽ ചിന്തിച്ചിട്ടുണ്ട്. There was a time when I think of at least one person if they called me to ഫ്ലൈറ്റ് pray. മോഡ് അവസ്ഥ വന്നെങ്കിലും And today if I have to put my phone on എന്റെ flight പ്രിയരെ, mode, അഭിഷേകം ചെറിയ കാര്യമല്ല. anointing is not a small thing. കഴിവില്ലേ സാരമില്ല, It's not a small thing. പഠിപ്പില്ലേ സാരമില്ല, If you don't have education, it's ബുദ്ധി not a ഇല്ലെങ്കിൽ small. സാരമില്ല. If you don't have intelligence, it's not a അഭിഷേകം small. ഉണ്ടോ ജയിക്കും. If you have anointing, അഭിഷേകം ഉണ്ടോ നിങ്ങൾ കേറി വരും. if you have anointing, you'll win. താങ്ക് യു ഹോളി സ്പിരിറ്റ്. Thank you, Holy Spirit. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. ഈ അപ്പത്തിലേക്ക് വരുമ്പം ധൈര്യം ഉണ്ടാകണം, ഇത് കാണുമ്പം ധൈര്യം ഉണ്ടാകണം. ഞാൻ മരിക്കത്തില്ല പറഞ്ഞ് ഒരു രോഗവും ഒന്ന് ക്ലെയിം ചെയ്ത്, ഒരു രോഗവും, ഒരു തലവേദനയ്ക്ക് പോലും ഒന്ന് പറയാൻ പറ്റും, ഒരു പാരസെറ്റമോൾ കഴിക്കാൻ കർത്താവിൽ ഇടവരത്തില്ല. ഞാൻ വർജിക്കാൻ പറയുമല്ല, ഇന്ന് മുതൽ ഡിക്ലെയർ ചെയ്ത് പഠിക്കുക. കാര്യം ഈ ശരീരം എന്നോട് പറയുന്നു, ഇത് മുറിക്കപ്പെട്ടതുകൊണ്ട് എനിക്ക് ആരോഗ്യം വന്നിരിക്കുന്നു. ഇത് മുറിക്കപ്പെട്ടതുകൊണ്ട് Because the body was broken, മരണം നീങ്ങി, death was removed, ജീവൻ വന്നിരിക്കുന്നു. we got life. ഇത് മുറിക്കപ്പെട്ടതുകൊണ്ട് Because his body was broken, ഏത് സമയത്തും anytime കൃപാസനത്തോളം അടുത്തു we വരുവാൻ can come boldly before his throne room. കർത്താവിൽ എന്നെ സാധിച്ചു. Can in Christ we can come അവണ്ണം before തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രം എടുത്തു. him. The same way he took, ഇതെന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്ന കർത്താവ് പറഞ്ഞു. he said, പ്രിയരെ, പുതിയ നിയമം എന്ന് പറഞ്ഞാൽ വിശ്വാസ നിയമമാണ്. വിശ്വസിക്കുന്നവരിൽ അത്ഭുതം നടക്കും. ഇത് ഈ രക്തം ഉള്ളത് കൊണ്ടാ, ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തം. നമുക്ക് ഒരുമിച്ച് വീഞ്ഞുകൾ കയ്യിലെടുത്ത് പിടിക്കാം, ഒരുമിച്ച് നമുക്ക് പാനം ചെയ്യാം. ഒരു പാട്ടിന് ഈരടി പാടുമ്പോൾ കർത്താവിൽ നിങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ബെന്നിബർ കൊണ്ടുതരുമ്പോൾ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചാട്ടെ. ഒരുമിച്ച് ഭക്ഷിച്ച് നമുക്ക് പാനം ചെയ്യാം. യേശു പരാ ജീവനെ മീവനറ്റ നിത്യജീവൻ കൊടു നിത്യജീവൻ കൊടുക്കാനായി കർത്തരെടുത്ത് പിടിച്ചാട്ടെ. നമുക്ക് ഒരുമിച്ച് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്കത് ഭക്ഷിച്ച് പാനം ചെയ്യാം. നന്ദി യേശുവേ. ഇത് പറഞ്ഞുകൊണ്ട് പറഞ്ഞെങ്കിൽ ജീവൻ എൻ്റെ അകത്തുണ്ട്, ഞാൻ മരിക്കത്തില്ല. ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഒരു രോഗത്തിനോ, ഒരു വേദനയ്ക്കോ, ഒരു ദാരിദ്ര്യത്തിനോ, ഒരു സമാധാനമില്ലാത്ത അവസ്ഥയ്ക്കോ, ഒരു കഷ്ടതയ്ക്കോ, ഒരു കലഹത്തിനോ എൻ്റെ മേലെ അവകാശമില്ല. ഞാനിതിനെ ഭക്ഷിച്ച് ബലപ്പെടുന്നു. വചനം പറഞ്ഞതുപോലെ അപ്പം ഒന്നായതുകൊണ്ട് പലരായ നമ്മൾ ക്രിസ്തുവിൽ ഒന്നാണ്. ഈ മേശ നമ്മളോട് പറയുന്നു, ഇനിയും അനേകർ ഇതിൽ പങ്കുചേരാനുണ്ട്. നമ്മുടെ ഡ്യൂട്ടിയാണ്. സുവിശേഷം എൻ്റെ മേൽ നിർബന്ധമാണ്. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ നീണ്ട ദിവസങ്ങൾ കൃപാവരങ്ങളെ പറ്റി കേൾക്കാൻ കർത്താവ് നമ്മളെ ഇടയാക്കി. എനിക്ക് തോന്നുന്നത് ഡേവിഡ് ബ്രദർ എന്നോട് വന്നിട്ട് പറഞ്ഞു, അദ്ദേഹം കണ്ട കാഴ്ചകൾ സൂമിൽ സംസാരിച്ചപ്പോൾ ആൾക്കാരുമായിട്ട് അത് കണക്ട് ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞു, ലൈഫിൽ ആദ്യമായിട്ടാണ് എനിക്കൊരു ദർശനം അഥവാ ഒരു കാര്യം കാണിക്കുന്നതും ആളുകൾ അതിൽ റെസ്പോണ്ട് ചെയ്യുന്നതും. ഒരു കാലിൽ പറഞ്ഞാട്ടെ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് നിങ്ങളുടെ അകത്തുള്ളതാണ്. മനസ്സിലായോ? ഇത് പുറത്തേക്ക് ഒഴുക്കണം. കേട്ടെ, പുറത്തേക്ക് ഒഴുക്കണം. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കഴിഞ്ഞ ദിവസം നമ്മുടെ അൻസൂസിസ്റ്ററുടെ ബർത്ത്ഡേ ആയിരുന്നു. നമ്മളൊരു കേക്ക് കട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞു പോയി എങ്കിലും ആ ഒരു മധുരം നമുക്ക് സന്തോഷമാണ്. നമുക്ക് ഒരുമിച്ച് പ്രിയമകളെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആ മധുരം ഭക്ഷിക്കുമ്പോൾ കർത്താവിൻ്റെ ജീവൻ അതിൻ്റെ അകത്തുണ്ടല്ലോ അപ്പ. കാര്യം ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളും പരിശുദ്ധാത്മാവിൽ ഏകാത്മാവിൽ ഒന്നാണല്ലോ അപ്പ. അനേകർക്ക് മധുരം പകരുന്ന വ്യക്തിയായി തീരട്ടെ. ബെന്നി പറഞ്ഞ് ബ്ലെസ് ചെയ്ത് വർദ്ധിച്ചാട്ടെ. പുതിയ വർഷം കർത്താവെ അനുഗ്രഹത്തിന്റെ വർഷമായി തീരട്ടെ. കർത്താവെ അവർക്ക് കൊടുത്ത എല്ലാ വാഗ്ദത്തങ്ങളും നിറവേറുന്ന വർഷമായി തീരട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ
യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജോലി മേഖലകളെ ആത്മീക മേഖലകളെ എല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നല്ലൊരു ഭാര്യയായി, നല്ലൊരു മാതാവായി, കർത്താവെ നല്ല എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ടവളായി കർത്താവ് ഞങ്ങൾക്ക് ഈ സഭയ്ക്ക് എല്ലാ അനുഗ്രഹമായി കർത്താവ് ഇടയാക്കിയതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ വരുന്ന വർഷങ്ങളിൽ കർത്താവെ അനേകരെ കൊയ്തെടുക്കുവാൻ മകളെ നീ ഉപയോഗിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സകല കൃപാവരങ്ങളും തന്നെ കർത്താവിന്റെ തലയോളം വളരുവാൻ തക്കവണ്ണം കർത്താവിന്റെ നിറവുമായി ഞങ്ങൾ അയക്കുകയാണ്. യേശുവിന്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ